CAPF ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകി. നിയമനം, സ്ഥാനക്കയറ്റം, ഡെപ്യൂട്ടേഷൻ എന്നിവയിൽ എല്ലാ സേനകൾക്കും ഒരേ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കുന്നതാണ് CAPF നിയമം. ഉന്നത തസ്തികകളിൽ IPS ഉദ്യോഗസ്ഥർക്കായി നിശ്ചിത% സംവരണവും ഏർപ്പെടുത്തുന്നുണ്ട്. റഷീദ് ബിൻ മുഹമ്മദ് വിവരങ്ങൾ നൽകും. റഷീദ്, എന്താണ് ഈ CAPF നിയമം? ഒപ്പം തന്നെ ബില്ലിലെ നിയമത്തിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ? ജിൽസി, ഏപ്രിൽ 1-2 തീയതികളിലാണ് ഈ CAPF ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രണ്ടു സഭകളും പാസാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി കേന്ദ്രം അയക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇതിന് അംഗീകാരം നൽകുകയും ഈ നിയമം പ്രാബല്യത്തിൽ വരികയും ചെയ്തിട്ടുള്ളത്. സാധാരണഗതിയിൽ, അതായത് നേരത്തെ ഉണ്ടായിരുന്ന നിയമം എന്ന് പറയുന്നത് ഓരോ സേനാ വിഭാഗത്തിനും, പ്രത്യേകിച്ച് BSF, CRPF, CISF, SSB തുടങ്ങിയിട്ടുള്ള ഓരോ സേനകൾക്കും പ്രത്യേകം നിയമങ്ങളായിരുന്നു. ഇത് എല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒറ്റ നിയമത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് CAPF-ലൂടെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇതിലെ സ്ഥാനക്കയറ്റം അടക്കമുള്ള കാര്യങ്ങളിൽ ഇനി എല്ലാം ഒരേ നിയമമായിരിക്കും. എല്ലാ സേനാ വിഭാഗങ്ങളിൽപ്പെട്ടവർക്കും ഒരേ നിയമമായിരിക്കും എന്നുള്ളതാണ് ഇതിലൂടെ പങ്കുവെക്കപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഡെപ്യൂട്ടേഷൻ, സ്ഥാനക്കയറ്റം എന്നിവയിലും എല്ലാ മേഖലകളും, പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള സേനാ വിഭാഗങ്ങളിൽപ്പെട്ട ഉദ്യോഗസ്ഥരുടെ അടക്കമുള്ള കാര്യങ്ങൾ ഒരേ നിയമത്തിന് അനുസരിച്ചായിരിക്കും ഉണ്ടാവുക. അതോടൊപ്പം IPS കോട്ട അത് നിയമവിധേയമാക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും IPS ഉദ്യോഗസ്ഥരുടെ സ്ഥാനക്കയറ്റത്തിന് 100% സംവരണം അടക്കമുള്ളവ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഉന്നത തസ്തികകളിൽ IPS ഉദ്യോഗസ്ഥരുടെ സംവരണം അത് വിവിധ ഘട്ടങ്ങളിലായിട്ട് പരിഷ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ DG-മാർക്ക്, അഥവാ ഡയറക്ടർ ജനറൽ പോസ്റ്റുകളിലുള്ള ഉദ്യോഗസ്ഥർക്ക് 100% IPS ഉദ്യോഗസ്ഥരുടെ സ്ഥാനക്കയറ്റം അത് മാറ്റിവെച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ADGP അടക്കമുള്ള ആളുകൾക്ക് 60% മാറ്റിവെച്ചിരിക്കുന്നു. ഇങ്ങനെ ഈ സ്ഥാനക്കയറ്റവുമായി ബന്ധപ്പെട്ട ചില പരിഷ്കാരങ്ങൾ കൂടി ഈ നിയമത്തിൽ മുന്നിൽ വരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ സേവന വ്യവസ്ഥകളിലും ചില പ്രത്യേക മാറ്റങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും സേനയിലെ ഓഫീസർമാർ, ഗ്രൂപ്പിൽപ്പെട്ടിട്ടുള്ള ഓഫീസർമാരുടെ സ്ഥാനക്കയറ്റത്തിന് പുതിയ ചട്ടങ്ങൾ രൂപീകരിക്കുകയും ചെയ്യും. അത്തരത്തിൽ ഈ എല്ലാ സേനാ വിഭാഗങ്ങളെയും ഒരുമിച്ച് ഒരു നിയമത്തിൻ്റെ കീഴിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പ്രാബല്യത്തിൽ വരുത്തിയിരിക്കുന്ന CAPF നിയമം എന്ന് പറയുന്നത്. രണ്ട് ആഴ്ചത്തോളം ഈ ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ലോക്സഭയിലും രാജ്യസഭയിലും നടന്നിരുന്നു. പിന്നീട് ഈ സംവരണവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വലിയ പ്രതിഷേധങ്ങൾ പ്രതിപക്ഷം മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഏകപക്ഷീയമായി തന്നെ സാധാരണഗതിയിൽ ബില്ലുകൾ പാസ്സാക്കുന്നത് പോലെ ഈ ബില്ലും കേന്ദ്ര സർക്കാർ പാസ്സാക്കുകയും പിന്നീട് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി അയക്കുകയുമായിരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം രാത്രിയോട് കൂടിയാണ് രാഷ്ട്രപതിയിൽ ഒപ്പുവെക്കുകയും രാജ്യത്ത് CAPF നിയമം പ്രാബല്യത്തിൽ വരികയും ചെയ്തിട്ടുള്ളത്. ജിൽസി, ശരി, റഷീദ് ബിൻ മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.